ഹലോ, അപ്പം നമുക്കിന്നൊരു തക്കാളിച്ചോറ് ഉണ്ടാക്കിയാലോ? തക്കാളിച്ചോറ് ഉണ്ടാക്കാൻ വന്നവരാണെങ്കിൽ പോലെ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാം. നമ്മൾ എടുത്തിരിക്കുന്നത് നമ്മുടെ സ്വന്തം സവാളയാണ്. ഇനി നമ്മളിതിനെ കട്ട് ചെയ്ത് തൊലി കളഞ്ഞിട്ടെടുക്കാം കേട്ടോ. അത് നമ്മളിത് ഇതുപോലെ ആക്കിയെടുത്തിട്ട് നമുക്ക് ഇതിനെ കട്ട് ചെയ്യണ്ടേ. അപ്പം നമ്മൾ ഉള്ളി അരിഞ്ഞെടുക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ. കാരണം നമ്മൾ സംഭവം ഇങ്ങനെയാണല്ലോ വെച്ചിട്ടുള്ളത്. പിന്നെ നമ്മൾ അരിഞ്ഞെടുക്കുമ്പോൾ സൈഡിൽ നിന്ന് ഇതുപോലെ വേണം അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട്. അത്യാവശ്യം കനം കുറച്ച് അരിയണം കേട്ടോ. ഇനി നമ്മൾ ഇതിലോട്ട് എടുക്കുന്ന ഒരു കറിവേപ്പില, പിന്നെ നമ്മുടെ വെളുത്തുള്ളി, പിന്നെ നമ്മുടെ ഉള്ളിയില്ല അതും, ചെറിയ ഉള്ളിയില്ല അതും, പിന്നെ നമ്മളൊരു പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മുടെ ഇഞ്ചി യൂസ് ചെയ്യാം കേട്ടോ. ഇനി നമ്മൾ ഇതിനെ അരച്ച് നന്നായിട്ട് പേസ്റ്റാക്കി എടുക്കണം കേട്ടോ. ഞാനിവിടെ 2 തക്കാളി എടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് തക്കാളി ചോറെല്ലാം ഉണ്ടാക്കണ്ട. അപ്പോൾ നമ്മൾ തക്കാളി എടുത്തിട്ട് ഇതുപോലൊന്ന് കട്ട് ചെയ്യണം. നമ്മൾ തക്കാളിയുടെ തൊലി എടുക്കണ്ട കേട്ടോ, അല്ലാതെ അങ്ങ് കട്ട് ചെയ്തങ്ങ് എടുത്താൽ മതി. എന്നിട്ട് തൊലിയെല്ലാം കളഞ്ഞ് നല്ല ക്ലീൻ ആക്കി എടുക്കണേ.
നല്ലപോലെ ഒന്ന് ജ്യൂസാക്കി എടുക്കണം. എന്നിട്ട് നമ്മൾ അടുപ്പയിലോട്ടൊരു പാൻ വെക്കുക. എന്നിട്ട് നിങ്ങൾക്ക് നെയ്യ് വേണം, നെയ്യ് ഒഴിക്കുക. ഞാനിപ്പോൾ നെയ്യാണ്, വേണമെങ്കിൽ നിങ്ങൾക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം കേട്ടോ. ഞാനിപ്പം നെയ്യ് വീട്ടിലുള്ളതുകൊണ്ടാണ് നെയ്യ് ഒഴിച്ചത് കേട്ടോ. വെളിച്ചെണ്ണയ്ക്കൊക്കെ എന്നാ വിലയാണ്. അതുകൊണ്ട് കുറച്ച് നെയ്യ് ഒഴിച്ചു, പട്ട ഇട്ടു, പിന്നെ അതിലൂടെ വരുന്ന ജീരകമില്ല അതും ഇട്ടു. എന്നിട്ട് തീ കുറച്ചാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. അതിനകത്ത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. എന്നിട്ട് നമ്മൾ അരിഞ്ഞു വെച്ച വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റുകൾ ഇതിലോട്ടൊന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കുന്ന പോലത്തെ ഒന്ന് എടുത്ത് വരണം. ഇതുപോലെ ഇടയ്ക്ക് പൊട്ടിത്തെറിയൊക്കെ കേൾക്കും. അതുകൊണ്ട് ഇങ്ങനെ മാറി മാറി നിന്ന് നല്ല വൃത്തിയായിട്ട് ജസ്റ്റ് ഒരു അരമണിക്കൂർ നിന്ന് നല്ല പോലെ ഇളക്കി കൊടുക്കണം. അപ്പം നല്ലൊരു മണം വരുവേ. ആ മണത്തിലാണ് കേട്ടോ കാര്യം. അപ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ച ഉള്ളിയുണ്ട്. ആ ഉള്ളി ഇതുപോലെ ഒന്ന് അരിഞ്ഞിട്ട് കൊടുക്കുക. ഇവിടെ ഒരാൾ വന്നിരിപ്പുണ്ട്. നമ്മൾ ഒന്ന് അരിഞ്ഞു കൊടുക്കുക. ജസ്റ്റ് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. ഒരു ബ്രൗൺ കളർ രീതിയിൽ ഉള്ളി ആകുമ്പോഴത്തേക്കിനും അതൊന്ന് ഊരി മാറ്റി അത് ബ്രൗൺ കളറൊക്കെ ആകുമ്പോഴത്തേനും ഇടേണ്ട പൊടികളൊക്കെ ഇടണം കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കണം. ഒരിക്കലും ഇളക്കി നിർത്തരുത്. നല്ല രീതിയിൽ തന്നെ ഇളക്കി ഇതുപോലെ കട്ടി പിടിച്ചിരിക്കുന്ന എന്തെങ്കിലും സവാളകളുണ്ടെങ്കിൽ ഇതുപോലെ കുത്തി കൊടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ ഇളക്കി വരും കേട്ടോ. അപ്പോൾ ഈ സംഭവം ഞാൻ ഒറ്റ കയ്യിൽ ആണ് കേട്ടോ എടുക്കുന്നത്, കൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് ഇളക്കണം. ഇളക്കി വരുമ്പോഴത്തേനും ഒരു ബ്രൗൺ കളർ രീതിയിൽ വരുവേ. അപ്പോൾ അതാണ് കേട്ടോ ഇതിൻ്റെ ആ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത്. ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമ്മൾ അരച്ച് വെച്ച നമ്മുടെ സ്വന്തം തക്കാളി അരച്ച് വെച്ചത് ഇതിലോട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് പെട്ടെന്ന് തന്നെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ മറക്കരുത് കേട്ടോ. പെട്ടെന്ന് തന്നെ തിളയ്ക്കും. അപ്പോൾ ഇതുപോലെ നല്ല രീതിയിൽ മിക്സ് ആക്കണം. ഞാൻ ഈ ഉള്ളി ബ്രൗൺ കളർ ഏകദേശം ആവാറായപ്പോഴാണ് ഇത് ഒഴിച്ചു കൊടുത്തത്. നിങ്ങൾ കുറച്ചുകൂടെ ബ്രൗൺ ആക്കിയിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണേ. ഇനിയും നമ്മൾ എന്താ ഒഴിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പൊടികളാണ് കേട്ടോ ഇടുന്നത്. ഇനി നമ്മൾ ഇടുന്നത് കുറച്ച് മുളക് പൊടിയാണ്. ആവശ്യത്തിനും നിങ്ങളുടെ എരിവത്തിൻ്റെ ഭാഗത്തിനും വേണ്ടിയിട്ട് കുറച്ച് മുളക് പൊടി ആവശ്യത്തിനും ഇട്ട് കൊടുക്കുക. എനിക്ക് ഇച്ചിരി എരിവ് വേണ്ടത് കൊണ്ട് ഞാൻ അത്യാവശ്യം ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇച്ചിരി എരിവ് കൂടി പോയിട്ടോ. പിന്നെ നിങ്ങൾക്ക് കുരുമുളകോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാവുന്നതാണ്. മുളക് പൊടിയൊന്നും ഇല്ലെങ്കിൽ മുളക് പൊടി എന്തായാലും എല്ലാവരുടെയും വീട്ടിൽ കാണുമല്ലോ. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്വന്തം മഞ്ഞൾപ്പൊടിയാണ്. ആവശ്യത്തിൽ കുറച്ച് ഇടാവുള്ളൂ, ഒരു തുള്ളി ഇടാവുള്ളൂ. ഞാൻ ഇപ്പോൾ കുറച്ച് ആദ്യം ഇട്ടുകൊണ്ടാണ് കേട്ടോ ഒന്നുകൂടി ഇട്ടത്. എന്നിട്ട് ഞാൻ ഒരു സാധനം എടുക്കാൻ പോയത്തേന് ഫോൺ മറിഞ്ഞ് ഒരു വീഴ്ച വീഴാൻ പോയി. ഞാൻ പേടിച്ച് പോയിട്ടോ. അത് കഴിഞ്ഞപ്പോഴത്തേക്കിനും ഞാൻ എടുത്തിരിക്കുന്നത് നമ്മുടെ സ്വന്തം മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി എടുത്തിട്ട് ആവശ്യത്തിന് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. ഞാനിപ്പം 2 ടീസ്പൂണിൻ്റെ ആദ്യത്തെ 2 ടീസ്പൂൺ ഇച്ചിരി വലുതാക്കി എടുത്തു, രണ്ടാമത്തെ ടീസ്പൂൺ ചെറുതാക്കി എടുത്തു. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ നല്ല രീതിയിലത് ഇങ്ങനെ മൂത്ത് വരുന്നത് കാണാൻ പറ്റും. നമ്മൾ തക്കാളിയൊക്കെ ഒഴിച്ചുകൊണ്ട് പെട്ടെന്ന് വരണ്ട് പോകാനുള്ള ചാൻസാണ് കേട്ടോ കൂടുതലുള്ളത്. പിന്നെ നിങ്ങളുടെ കയ്യിൽ മസാലപ്പൊടി ഉണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ മണപ്പിച്ചിട്ടാണ് കേട്ടോ എടുത്തിട്ടത്, എനിക്കറിയത്തില്ലല്ലോ. അപ്പം ഞാൻ നന്നായിട്ട് അതൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ഇളക്കിയില്ലെങ്കിൽ ഇത് സംഭവം പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പം ഇതതുപോലെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കും. ഇനി ആവശ്യത്തിനുള്ള ഉപ്പാണ് ഇടേണ്ടത്. ആവശ്യത്തിനുള്ള ഉപ്പ്, വെള്ളം അല്ലെങ്കിൽ ഉപ്പ് പൊടിച്ച
പൊടിയുപ്പില്ല, ആ ഉപ്പാണേലും ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് നല്ല അടിപൊളിയാക്കി സംഭവം എടുക്കണം. എന്നിട്ട് ഈ സംഭവം അത്ര വലിയ ടേസ്റ്റ് ഇല്ലെന്നൊക്കെ തോന്നും കേട്ടോ, ബട്ട് ഇത് നല്ലതാണ്. അപ്പം എന്നിട്ട് നമ്മൾ വേവിച്ച് വെച്ച അരിയില്ല, അതായത് നമ്മൾ വേവിച്ച് വെച്ച ചോറ്, അതിൽ നിന്നൊക്കെ സ്വല്പം എടുത്തിട്ട് നിങ്ങൾ എത്ര പേരാണുള്ളത് അവർക്ക് ആവശ്യത്തിനുള്ളത് മാത്രം ഇട്ട് കൊടുക്കുക. എനിക്ക് ഇച്ചിരി അമ്മയ്ക്ക് വേണമെന്ന് തോന്നിയതുകൊണ്ടാണ് കേട്ടോ ഇച്ചിരി കൂടുതലിട്ടത്. അപ്പോൾ നന്നായിട്ട് ഇച്ചിരി കൂടുതലിട്ട് കേട്ടോ. എന്നിട്ട് അത് വെച്ചിട്ട് നന്നായിട്ട് തവിയിട്ട് മിക്സ് ചെയ്തെടുക്കുമ്പോഴേ അതെല്ലാം റെഡിയായി വരുള്ളൂ, അല്ലെങ്കിൽ അത് റെഡി ആവില്ല. ഇപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ ഒരു ഏതാണ്ട് വൈറ്റ് കളറല്ലേ കാണുന്നത്, ഇനി നന്നായിട്ട് ഇളക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് നല്ല ഒരു റെഡ് കളറാണ് കാണാൻ പറ്റുന്നത്. അത്ര റെഡ് കളർ അല്ലെങ്കിലും ഒരു ഓറഞ്ച് മയം നല്ലപോലെ ഇളക്കി കൊടുക്കുക. അത്യാവശ്യം നല്ല ചോറുണ്ടെങ്കിൽ ഇച്ചിരി കഷ്ടപ്പാടുണ്ട് കേട്ടോ, നന്നായിട്ട് ഇളക്കിയേ പറ്റത്തുള്ളൂ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ടുണ്ട്. താഴെ വീണ ചോറ് ഞാൻ പെറുക്കി അപ്പുറത്തോട്ട് മാറ്റി വെച്ചാണ് കേട്ടോ ഇപ്പോൾ കണ്ടത്. നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തപ്പോൾ ആ ഒരു നിറം കണ്ടില്ലേ, നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റുന്നുണ്ടല്ലോ ആ നിറം. ഉള്ളി വേണമെങ്കിൽ നിങ്ങളുടെ ആവശ്യത്തിന് ഇട്ടാൽ മതി കേട്ടോ. എനിക്ക് ഉള്ളി അത്യാവശ്യം വേണം, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ആ ഒറ്റ ഉള്ളി മാത്രമേ എടുത്തിട്ടുള്ളൂ. ഒറ്റ ഉള്ളിയിൽ ഒത്തിരി തന്നെ കിട്ടും കേട്ടോ. പാതി ഫ്രീസറിലോ വല്ലതും കൊണ്ട് വെച്ചാൽ മതി. ഞാൻ കാണിച്ച കണ്ടില്ലേ, കളർ കണ്ടില്ലേ, നല്ല അടിപൊളിയാണ് കേട്ടോ. ഉപ്പില്ലെങ്കിൽ ഉപ്പും കൂടി ഇട്ട് റെഡിയാക്കി എടുക്കുക. ഉപ്പില്ലെങ്കിൽ സാരമൊന്നുമില്ല, ചുമ്മാ പറഞ്ഞ കേട്ടോ. ഉപ്പ് ആവശ്യത്തിന് മാത്രം ഇട്ടിട്ട് യൂസ് ചെയ്യുക. എന്നിട്ട് ഫുഡ് തൈര് കൂട്ടിയൊക്കെ കഴിക്കണം കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ വിചാരിച്ചു മുട്ടയും കൂടി ഇളക്കിയിട്ട് എങ്ങനെ ഇരിക്കുമെന്ന് ഒന്ന് ടേസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഞാൻ മുട്ട പൊടിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഫസ്റ്റ് തന്നെ ഗ്യാസ് കത്തിക്കാനുള്ള തുടക്കമാണ്. ഫസ്റ്റ് നല്ല അടിപൊളിയായിട്ട് കത്തി. ഞാൻ തീ കുറച്ചപ്പോൾ അത് ഓഫായി പോയിട്ടോ. പിന്നെ ഒന്നുകൂടെ കത്തിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ എണ്ണ അതായത് നമ്മൾ ദോശയൊക്കെ ചുടാൻ നേരം നമ്മുടെ ഈ പാനയിലായിക്കോട്ടെ എന്തെങ്കിലും ഈ എണ്ണ തടവത്തില്ലേ, ആ ഒരു സംഭവം ഇട്ട് തന്നെയാണ് ഞാൻ ഇവിടെയും തടവി എടുക്കുന്നത്. അതിങ്ങനെ നല്ലപോലെ തടവി എടുത്തതിന് ശേഷം നമ്മളുടെ മുട്ട എടുത്തിട്ട് അതിലോട്ട് പൊട്ടി ഒഴിച്ചിട്ട് നമ്മൾ കൈ വിടാതെ ഇളക്കിക്കൊണ്ടുവന്നാൽ മതി. മുട്ടത്തോര റെഡി. ചിലവരുണ്ട് തേങ്ങ ഉള്ളിയൊക്കെ അരിഞ്ഞിട്ട് എടുക്കുന്നത്, അതും ഇതിനേക്കാളും വേറെ ലെവൽ സാധനമാണ് കേട്ടോ. അപ്പോൾ ഞാൻ മുട്ട എടുക്കാൻ പോയത് ഒരു പൊട്ടിൽ ഞാനാണ് 2 സ്പൂൺ എടുത്ത് കേട്ടോ. അത് ഞാൻ ഇങ്ങനെ നോക്കിയത്. എന്നിട്ട് ഇതുപോലെ നല്ലപോലെ ഇതുപോലെ അടിച്ചാൽ മതി, 2 പ്രാവശ്യം അടിച്ചാൽ മതി. അപ്പോൾ അതിൻ്റെ സന്തോഷമാണ് നമ്മൾ കാണിക്കുന്നത്. ഒഴിച്ചിട്ടിട്ടുണ്ട് സംഭവം. ഇതിങ്ങനെ എടുക്കാൻ തോന്നിയെങ്കിലും ബട്ട് നമുക്ക് മുട്ടത്തോരനാണല്ലോ വേണ്ടത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചിക്കി എടുക്കാണ്ട് ആവശ്യത്തിന് ഉപ്പിടണം. ഞാൻ ഉപ്പിടാൻ മറന്നു പോയില്ല, ഞാൻ നേരത്തെ ഉപ്പിടും കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ആ ഒരു സംഭവം തന്നെ വെച്ചിട്ടാണ് ഇളക്കുന്നത്. നന്നായിട്ട് ഇളക്കി ആ ഒരു സ്റ്റേജ് കാണുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവും അതിങ്ങനെ ആയി വരുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ച് എന്നെ നോക്കണ്ട, വേറെ സ്ഥലത്തൊന്നും നോക്കണ്ട, നിങ്ങൾ ആ പാനയിലോട്ട് അങ്ങ് നോക്ക്, അല്ല ചട്ടിയിലോട്ട് അങ്ങ് നോക്കും, മുട്ട ചട്ടിയിലോട്ട് അങ്ങോട്ട് നോക്കുക, അപ്പോൾ കാണാൻ പറ്റും കേട്ടോ. അതെ, ഇച്ചിരി തീ കൂട്ടി വെച്ചിട്ട് ചെയ്യണം. ഇത് കണ്ടില്ല നിങ്ങൾ ശ്രദ്ധിച്ചോ എന്നെനിക്കറിയില്ല. ഞാനവിടെ സൂം ചെയ്ത് കാണിക്കാൻ പറ്റുമെങ്കിൽ കാണിക്കാം കേട്ടോ. അപ്പോൾ ഇത് കണ്ടില്ലേ, നല്ല ഇതുപോലെ ആയി വരുന്നുണ്ട്. ഇനി എന്താണ് ഇതെല്ലാം നമ്മൾ ഇതിലോട്ടൊന്ന് ഈ മുട്ടത്തോരനാക്കി എടുത്തത് നമ്മുടെ ടൊമാറ്റോ റൈസിലേക്ക് ഒന്നിട്ട് കൊടുക്കണം. അത്രയേ ഉള്ളൂ.
അപ്പോൾ ഗൈസ് നമ്മുടെ സംഭവം ഇരിക്കുന്നത് അപ്പോൾ കഴിച്ച് കാണിക്കാൻ അങ്ങനെ പോകുന്നതല്ലേ. കേടാ തരുന്നതിന് വേണ്ടി നിങ്ങൾക്കൊരു വാദം തരുന്നുണ്ട്. സോ ടേസ്റ്റി. Bye guys. But try this. Thanks for watching. Thank you.